അങ്ങനെ ഈ കുട്ടി ഞങ്ങൾ കോടതി പോയി പോകും. കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ പഠിക്കാൻ പോകുന്ന അവളുടെ ബസ്സിലായി, ഇവന്റെ ബസ്സിലായി. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ലില്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പായി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനുവ്. അതിനുശേഷം 4 ദിവസമേ അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു. മേഘ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. മേഘ, അഖില്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അഖിലിന്റെ വിഷയം വന്ന സമയത്ത് നമ്മളെല്ലാം അഖിലിനെ സപ്പോർട്ട് ചെയ്തതാണ്. അഖിലിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് കുറേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ കൂടെ റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ലെവലോട്ട് ടിക്ടോക്ക് കാലഘട്ടത്തിലുള്ള കുറേ കൂട്ടുകാർ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇതൊക്കെ റിയാക്ട് ചെയ്യുന്നത്, എന്തിനാണ് ആ പാവത്തിനെ വെറുതെ വിട്ടുകൂടെ എന്നും പറഞ്ഞ്. ഏത് പാവത്തിന്? അഖിലിനെ. ഇവിടെ അഖിലിന് സപ്പോർട്ട് കൊടുത്തിട്ട് അവസാനം നമുക്ക് മൊത്തം സൈബർ അറ്റാക്കും കാര്യങ്ങളും വരുവൊക്കെ ചെയ്തതാണ്. ഓക്കെ, എന്തായാലും ഞാനതിൽ നിന്ന് പിന്തിരിയാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയാം. നാളെ ഇവിടെ കുറച്ച് തെളിവുകളും കാര്യങ്ങളായിട്ട് വരുമ്പോൾ ഇവനെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളെ കാണത്തുള്ളൂ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അവനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് കമൻ്റ് ഇട്ട് മെഴുകുന്ന ആൾക്കാരോട് അവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാണ്ടാക്കരുത്, അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ സംഭവം മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം, നൂറനാട് നമ്മുടെ ഏരിയയാണ് ഇവിടെ എല്ലാം. ഈ ഒരു ലൊക്കാലിറ്റി നടക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്കിവിടെ അറിയാൻ പറ്റും. വേറെ ഒന്നുമല്ല, എൻ്റെ സ്ഥലം ഹരിപ്പാടാണ്. കുറേ എണ്ണം എൻ്റെ സ്ഥലമൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്താണ്, അവൻ്റെ സ്ഥലം ഇന്ന സ്ഥലമാണോ, അവനെ പോയി പൊട്ടിക്കണം അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് കമൻറ്റൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം കാണുന്നൊക്കെ ഉണ്ട്. ഫുഡ് വ്ളോഗോ ഏണ്ടൊക്കെ പറയുന്ന കുറേ ചാനലിൽ നിന്നുമൊക്കെ തപ്പി പിടിച്ച് പോകുമ്പോൾ നമുക്കറിയാവുന്ന അവന്മാരൊക്കെ തന്നെയാണ്. നമ്മൾ പുറമേ കാണുമ്പോൾ അണ്ണാ ഇണ്ണ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അവസാനം കീഴ് കൂട്ടിട്ട് താങ്ങുന്ന കുറേ ഇനങ്ങളുണ്ട്. 2-3 ആൾക്കാരെ കണ്ടുപിടിക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കാര്യത്തിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സഭ്യ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്ന ഒരു ഫോളോയും കൂടെ ചെയ്യാം, ഒരു ലൈക്കും കൊടുത്തു, ഹൈപ്പും കൂടെ കൊടുത്തു. ഓക്കെ, ഇനി ഈ പറയുന്ന മേഘ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ വീട്ടിലാണ് മേഘ വന്നത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ്. ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മേഘ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അച്ഛനെ കണ്ട വെറും അതായത് അഖിലിൻ്റെ അച്ഛനെ ഭയങ്കര പേടി. അഖിലിനെ അച്ഛൻ എപ്പോൾ കണ്ടാലും അച്ഛനെ ഇടിച്ച് പേടിച്ച് മാറി നിൽക്കുന്ന ഒരു ടൈപ്പാണ് അഖിൽ എന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറേ കാര്യങ്ങൾ അവൾക്കും അവിടെ വലിയ വാല്യൂവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ അവളെ ന്യായീകരിച്ച് വന്നെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ ഒരു മര്യാദയുണ്ട്. അത് അവൾ ചെയ്തിട്ടില്ലായിരുന്നു. പറഞ്ഞിട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് അതായിരുന്നു വേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് വോയിസ് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരുടെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അച്ഛൻ, അതായത് മേഘയുടെ അച്ഛൻ പിണങ്ങിപ്പോയതാണ്. സത്യത്തിൽ പിണങ്ങിപ്പോയി. അയാൾ പാവം പിടിച്ചൊരു മനുഷ്യൻ. അയാൾ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുകയാണ്. കാരണം നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടിയ ഒരാളുമായിട്ടുള്ളൊരു കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കെട്ടിയ മേഘയുടെ അച്ഛൻ, രണ്ടാമത്തെ അച്ഛനാണ്. പുള്ളിക്കാരൻ ഈ ഹരിപ്പാട് ഈ പറയുന്ന കോൺഗ്രസും പാർട്ടിപരമായിട്ടൊക്കെ നല്ല ഇതും, പിന്നെ പുള്ളി ഒരു അഡ്വക്കേറ്റാണ്. രമേശ് ചെന്നിത്തലയൊക്കെ അടുത്ത ആളാണ്. പാർട്ടി ഓഫീസിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ് പുള്ളിക്കാരനാണ്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ വെച്ചുതരാം. ഞാൻ എൻ്റെ വീഡിയോയിലകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മെയിൻ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസിനകത്ത് പറയുകയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കും. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അന്ന് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണ്. നിനക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തപ്പിപ്പിടിച്ച് കിട്ടുന്നതാണ്. പിന്നെ ഇവരുടെ ബന്ധത്തിലുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് കറക്റ്റ് വിവരങ്ങൾ തരുകയും ചെയ്തത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാര്യത്തിലോട്ട് കടക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോഴും അവനാ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മര്യാദക്കൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോയാൽ അത്രയും നല്ല. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ആ ഒരു വിഷയത്തിൽ നിനക്ക് നാണമില്ലടാ, തിന്ന് ജീവിക്കാൻ, വിറ്റ് ജീവിക്കാൻ എന്നൊക്കെ കിടന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എടാ, നമ്മൾ അവന് സപ്പോർട്ടാണ് കൊടുത്തത്, അത് മനസ്സിലാക്കുക. ബാക്കിയും കൂടെ പിന്നെ അതുപോലെ തന്നെ വീഡിയോ പുറത്ത് വിട്ടത് അത് അഖിലിൻ്റെ അയലത്തു നിന്ന് തന്നെ പോയതാണ്. അഖിലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവർ തന്നെ പല ആൾക്കാർക്കും അയച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ഉണ്ടാക്കിയത് നമ്മളാരുമല്ല. അവർ ആ വീഡിയോ ഒക്കെ പുറത്ത് വിട്ടതിന് ശേഷമാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു വോയിസ് കേൾക്കാം. നമ്മുടെ ജിനൂസ് 2.0 എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. കാരണം പുള്ളിയാണെങ്കിലും ഞാനാണെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ തിരക്കിയിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ വകുപ്പ് പറഞ്ഞ കേസ് കേട്ടാ അത് ഓക്കെ. അത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇപ്പം വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോയിക്കോ, അല്ലാത്തവർക്ക് കാണാം. ഈ വോയിസ് മൊത്തമായിട്ട് കേൾക്ക്. ആദ്യം താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. ഫസ്റ്റില് ഞാൻ കാണുന്നത് കൊച്ചിയിലായിരുന്നു. അപ്പം
ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്ക് കൗതുകമായിട്ട് തോന്നി. രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തമ്മിൽ പിന്നെ നമ്മുടെ ന്യൂസ് വേറെ ലെവലാണ്. ഇതിനൊക്കെ ഭയങ്കര ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ പൊളിച്ചു എല്ലാവരും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഈ ഒറിജിനൽ പിതാവ് രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിനെ 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ ആയത്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇത് കണ്ടവർക്കൊക്കെ അറിയാം. ആദ്യത്തെ അച്ഛനെയും രണ്ടാമത്തെ അച്ഛനെയൊക്കെ സൂം ചെയ്ത് കാണിച്ചപ്പോൾ നിനക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു, വേറെയല്ല. ഇവിടെ ചെക്കന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആൾക്കാർ പറയുകയൊക്കെ ചെയ്ത അഖിലിന്റെ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട് വീഡിയോ പോലെ ഞാൻ ചെയ്ത് കാണുന്നവർക്ക് ഇവൻ സദാചാരം വന്ന് തോന്നുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇൻസ്റ്റയിലും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയുന്നത്. പക്ഷെ അതൊക്കെ വേറെ രീതി വളച്ചൊടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ അവന് വേണ്ടി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക, അവൻ ആ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ പല കഥകളും പല രീതിയിലും ഇവനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അവർ തയ്യാറായെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് അപ്പോൾ സമയം വരുമ്പോൾ അവരെടുത്തത് പുറത്തിടും. എല്ലാവരും പറയുന്നൊരു കാര്യം, അഖിലെന്തുകൊണ്ട് ഇതിനെ റിയാക്ട് ചെയ്തില്ല, അഖിലെന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. അഖിലിപ്പോൾ ഈ സെന്റിമെന്റ്സ് ആയിട്ടുള്ള റീൽസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അഖിലിന്റെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ഇവൾ പറയാൻ ചെയ്യുന്നത്. പല വ്ളോഗേഴ്സിന്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ അവൾ പല ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് തുടങ്ങിയെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിക്കാൻ വേണ്ടിയൊന്നുമല്ല. അതൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതില്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിനൊന്നാം അമ്മയും കൂടെ ജീവിക്കുമ്പോ അവർ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് പറഞ്ഞത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. ആരാണ് ഈ ഒളിച്ചോടി എന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്? നമ്മൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഡിവോഴ്സ് ചെയ്തെന്നാണ് പറഞ്ഞത്. അതിനൊരു ചെറിയൊരു സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ ഒരു കട്ടിലയിലിരിക്കുന്നത്, പിന്നെ കട്ടിലിൻ്റെ അടിയിലോട്ട് ഊഹിച്ചെടുത്തോ, അങ്ങനെ ആയ ഡിവോഴ്സാണ്. അങ്ങനെയാണ് ഷാജിയെ കിട്ടുന്നത്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛനാണ്, ഒരു ശുദ്ധനാണ്. ആൾക്ക് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. പക്ഷെ അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശും ഉണ്ട്. അതുപോലെ തന്നെ 1 കിലോ സ്വർണം പുള്ളി കൊടുത്തെന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. 1 കിലോ സ്വർണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ അത് കഴിയുമ്പോൾ വേറൊരു വിവരം കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും കുറേ വസ്തുക്കളും കാര്യങ്ങളുണ്ട്. അമ്മയും കുറേ വസ്തുവൊക്കെ വിറ്റിട്ടാണ് മോക്ക് സഹായിച്ചെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് സംസാരിക്കാം. അത്യാവശ്യം നല്ല ഭാവമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. കണ്ടല്ലോ, നമുക്കറിയാം പുള്ളിയുടെ പി ആരാന്നും ഇവിടുത്തെ അരിപ്പാട് ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ പാർട്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. ഇവിടെ പല എണ്ണമൊക്കെ പേഴ്സണലി എനിക്ക് ഈ നമ്പരൊക്കെ എനിക്ക് അഖിലിൻ്റെ കൂടെയുള്ളവന്മാരൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ട് ബ്രോ നമ്പർ ഒന്ന് തരാമോ, പ്രൊമോഷൻ്റെ കാര്യമാണ്, അങ്ങനെയൊക്കെ സംസാരിച്ച കുറേ ടീംസുകളൊക്കെ ഉണ്ട്. എന്ത് പ്രൊമോഷൻ? നമ്മളങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. കാര്യങ്ങൾ സംസാരിക്കും, പോവുകയൊക്കെ ചെയ്യും. ഒന്നെങ്കിൽ വിളിച്ചിട്ട് വല്ലതും വിളിക്കാൻ വല്ലതായിരിക്കും. വിളിക്കുമ്പോഴല്ലേ അത് വേറെ കാര്യങ്ങൾ, അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് അത്ര ആളെ അറിയത്തില്ല, അതാ തീർത്ത് കൊടുക്കാം. അതിന് സമയമുണ്ട്. കാരണം കുറേ എണ്ണം വന്നിട്ട് അങ്ങ് പട്ടി ഷോ ഇറക്കുന്നുണ്ട്, ഫേക്ക് ID കൂടെ ഒക്കെ വന്നിട്ട്. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ, അല്ല നമുക്ക് ആരോടും അങ്ങനെ ദേഷ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയും കൂടെ കുറച്ചും കൂടെ സാധനങ്ങളുണ്ട്, അതും കൂടെ അങ്ങ് വെച്ചിട്ട് ഈ സാധനം അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി
അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇപ്പം വില്ലിങ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നാ അതിനെല്ലാം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടി വെട്ടങ്ങൾ കോടതിയിൽ പോയി പോകും. കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട് കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കഥ വന്നും തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളും എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നതും അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇതിനുമായിട്ട് കമ്പനിയാവുകയും അതിനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവിടെ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവിടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. കല്യാണം കഴിക്കില്ലല്ലോ. പിന്നെ നേരത്തെ പഠിച്ചത് ബുദ്ധ എന്ന് പറയുന്നതാണ്, ഞങ്ങളുടെ അടുത്ത് തട്ടാരമുക്ക് എന്ന് പറയും. ഇവിടുത്തെ കുറച്ച് പോയാൽ മാത്രം മതി. അവിടെ കണ്ടാണ് പിന്നെ നേരത്തെ കണ്ട് പഠിക്കുകയൊക്കെ ചെയ്തത്. നമ്മുടെ തൊട്ടടുത്ത് എങ്ങനെ പോയാലും 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള പിള്ളേരും ജിമ്മി വരുന്നവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയാതെ വന്നിട്ടിരുന്ന് ചുമ്മാ ഇരുന്ന് കഥ അടിക്കുമെന്ന് കുറേ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പം കണ്ടില്ലേ, പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെ അല്ലേ, ആണോ അല്ലയോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നത് ഇതായിപ്പോയി, ായിപ്പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അനുവിന് അച്ഛൻ മരിച്ചു പോയത്, ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലി ഒന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനുവ്. കിട്ടിയിട്ടില്ല, താൽക്കാലിക ജോലിയാണ്. എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണനില്ലേ യുവാത നായിക, ആയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയോട് സാഹചര്യമാകുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം. 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ടാണ് കുട്ടി വന്നത്. തിരിച്ചു പോകുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സ് ഇന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കും. ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയെന്നാണ് ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനുവ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവളെ എത്ര ഫാമിലി ഫ്രണ്ടാണ്. ഈ പുള്ളി ഞാനും 2 ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാം വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടി ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെരുവ് സൈഡിൽ പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വലിയ അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻകുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പകയുണ്ടാകും. കാരണം അത് കണ്ടുപിടിച്ചതാണ്. മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ പരിഹരിക്കുന്ന.
അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാതെ പറഞ്ഞത്. അതിന് നിരസിച്ചു. അതാണ് ഈ വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവിടെ ഉള്ളത് ഒറ്റയ്ക്ക്? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസില് ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അത് അംഗീകരിക്കണമെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളി. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, രണ്ട് ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാണ്, തിങ്കം ഫാമിലിയാണ്. അവരുടെ ഒരു പുരാതനമായ ഒരു 4 വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട് നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം തന്നെ, കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ച എടുത്ത് താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. എന്നാ ഭയങ്കര കാര്യം. പുള്ളിക്ക് എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ച് പറഞ്ഞു എന്നോട് എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത്, ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. ഓക്കെ, ഇപ്പൊ കഥ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഇപ്പൊ ഓരോരുത്തരും വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ. ഇവിടെ ആരാ പ്രശ്നക്കാര്? ഇപ്പൊ അങ്ങനെ ചോദിച്ചതിനകത്തിലോട്ട് കൊണ്ടെത്തിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോഴും അവൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു കാണിച്ച രീതി അതെനിക്കൊട്ടും കൂടി യോജിക്കാൻ പറ്റില്ല. ഇനി പ്രേക്ഷകർ നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബൈ, ലവ് യു ഓൾ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ബൈ.